എന്താണ് ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ചൈന എന്തിനും തയ്യാറായിട്ടാണ് കാത്തു നിൽക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റത് മുതൽക്ക് തന്നെ തുടങ്ങിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അമേരിക്ക ലോക രാജ്യങ്ങളുടെ മേൽ കൊണ്ടുവന്ന താരിഫിന്റെ ചെറിയൊരു രൂപവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചുങ്കം താരിഫിനെ എതിർത്തുകൊണ്ട് ചൈന ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോലും തയ്യാറായി കൊണ്ടിരിക്കുന്ന പല റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ട്രംപിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കാം. ഈ കഴിഞ്ഞ ജനുവരി 25-നാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ആയിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് പല പ്രശ്നങ്ങളും. അങ്ങനെ ഇദ്ദേഹം അധികാരമേറ്റത് മുതൽക്ക് തന്നെ ലോകത്തിന്റെ മേൽ പല കാര്യങ്ങളും അങ്ങനെ അടിച്ചമർത്താനായിട്ട് തുടങ്ങുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ലോകം ഒരുപോലെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒന്നാണ് താരിഫ്, ഇറക്കുമതി ചുങ്കം എന്നത്. ആദ്യം നമുക്ക് ചെറുതായി എന്താണ് താരിഫ് എന്ന് നോക്കാം. ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ന് അമേരിക്കയിലേക്ക് ധാരാളം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് നേരെ തിരിച്ച് അമേരിക്കയിൽ നിന്ന് ഈ പറഞ്ഞ രാജ്യങ്ങൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് വളരെയേറെ കുറഞ്ഞ അളവിൽ മാത്രമാണ്. അതുകൂടാതെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ സാധനങ്ങൾക്കു മേൽ തങ്ങളുടെ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി താരിഫ് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം അറിഞ്ഞാണ് ട്രംപ് ഇത് ശരിയല്ല, ഇതെങ്ങനെ നടക്കുമെന്നതിനാലാണ് ഇദ്ദേഹം താരിഫ് തിരിച്ചും കൊണ്ടുവന്നത്. ലോക രാജ്യങ്ങളോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇനി നിങ്ങളുടെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ ഒരു താരിഫ്, ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കണമെന്നാണ്. ഈ ഒരു കാര്യമാണ് ഇന്ന് കുറച്ച് ദിവസങ്ങളിലായിട്ട് വലിയ രീതിയിൽ തന്നെ ലോകം ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു താരിഫ് ഓരോ രാജ്യത്തിനെയും പല രീതിയിലാണ് ബാധിക്കുന്നത്. പല രാജ്യങ്ങളുടെ മേൽ 10% മുതൽ 90% വരെയൊക്കെ താരിഫ് ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. അതിൽ ശത്രു രാജ്യങ്ങളെന്നോ സൗഹൃദ രാജ്യങ്ങളെന്നോ വേർതിരിവൊന്നുമില്ല. എന്നാൽ ഇതിനിടയിൽ 90 ദിവസത്തേക്ക് ട്രംപ് രാജ്യങ്ങളുടെ മേൽ ഈ പറഞ്ഞ താരിഫ് ഒന്ന് നീട്ടിവെച്ചിരുന്നു. എന്നാൽ ഒരു രാജ്യത്തെ മാത്രം, അതായത് ചൈനയെ മാത്രം ഈ പറഞ്ഞ 90 ദിവസത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ചൈനയും അമേരിക്കയും എന്നത് നമുക്കറിയാം ആദ്യകാലം മുതൽക്ക് തന്നെ രണ്ടും പരസ്പരം ശത്രു രാജ്യങ്ങളാണ്. ട്രംപ് ഭരണകൂടം ആദ്യം ചൈനയുടെ മേൽ കൊണ്ടുവന്ന താരിഫ് എന്നത് 34%. എന്നാൽ പിന്നീടത് ഓരോ ദിവസം എന്നോണം ഈ പറഞ്ഞ താരിഫ് ചൈനയുടെ മേൽ ട്രംപ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് സ്വാഭാവികമായും ലക്ഷ്യം വെക്കുന്നത് ചൈനയെ തന്നെയാണ്, ചൈനയെ തളർത്തുക എന്നതാണ്. വളരെയേറെ രസകരവും വിചിത്രവുമാണ് അമേരിക്കയും ചൈനയും ഏർപ്പെടുത്തുന്ന താരിഫ് നിരക്കുകൾ എന്നത്. ആദ്യം ട്രംപ് ചൈനക്ക് മുകളിൽ കൊണ്ടുവന്നത് 34%. തൊട്ടടുത്ത ദിവസം ഇത് ട്രംപ് വീണ്ടും 34-ൽ നിന്നും 54%ആക്കിയത് ഉയർത്തുകയാണ്. എന്നാൽ പിറ്റേ ദിവസം ഇതിനൊരു മറുപടി എന്ന നിലക്ക് ചൈന ചെയ്തത് തങ്ങളുടെ രാജ്യത്തേക്ക് എത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ സാധനങ്ങളുടെ മേൽ 34% താരിഫ് ഏർപ്പെടുത്തുകയാണ്. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന ട്രംപ് പിറ്റേ ദിവസം വീണ്ടും ചൈനയുടെ മേൽ 50% കൂടി താരിഫ് കൂട്ടി ഉയർത്തുകയാണ്. ഇതോടുകൂടി ചൈന അമേരിക്കക്ക് നൽകേണ്ട താരിഫ്, ഇറക്കുമതി ചുങ്കം എന്നത് 104%ആയിട്ട് ഉയർന്നു. എന്നാൽ അവിടെയും ട്രംപ് ഒതുങ്ങി നിന്നില്ല. 104-ൽ നിന്നും പിറ്റേ ദിവസം അത് 145%ആക്കിയത് ഉയർത്തുകയാണ്. എന്നാൽ ഇത് കണ്ട ചൈന നേരെ ചെയ്തത് തിരിച്ച് താരിഫ് കൂട്ടുന്നതിന് പകരം അമേരിക്കക്ക് കൊടുത്ത മറ്റൊരു പണി എന്നത് അവരുടെ, അതായത് അമേരിക്കയുടെ ഒരുപാടധികം കമ്പനികൾ ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കമ്പനികൾക്ക് ഞങ്ങൾ നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് ചൈന കൊടുത്ത പണി എന്നത്. അതുകൂടാതെ മറ്റൊരു പണിയാണ്, ചൈന കൂടുതലും വിമാനങ്ങൾ വാങ്ങിയിരുന്നത് അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ബോയിങ്ങിൽ നിന്നായിരുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ ബോയിങ്ങിൽ നിന്ന് വിമാനം വാങ്ങുന്നത് നിർത്തിവെക്കുമെന്നും ചൈന പുറത്തുവിടുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ട്രംപ് ചെയ്തത് ചൈനയുടെ മേലുള്ള താരിഫ് 145-ൽ നിന്നും വീണ്ടും 245%ആക്കിക്കൊണ്ടത് ഉയർത്തുകയാണ്. എന്നാൽ ട്രംപിന്റെ ഇത്തരം ചൈനയുടെ മേലുള്ള അക്രമം കണ്ട് പല രാജ്യങ്ങളും പ്രതികരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും
രാജ്യങ്ങളും അമേരിക്കയെ പേടിച്ച് ട്രംപിനെ ഭയന്നുകൊണ്ട് അവർക്ക് ലഭിച്ച താരിഫുമായിട്ട് ഒതുങ്ങി നിൽക്കുമ്പോൾ ചൈന മാത്രം ഇവിടെ സ്വീകരിച്ചത് മറ്റൊന്നാണെന്ന് ചുരുക്കമെന്ന് നമുക്ക് പറയാം. ഏറ്റവും പുതുതായിട്ട് 245% വരെ അമേരിക്ക ചൈനയുടെ മേൽ താരിഫ് കൊണ്ടുവന്നതോടുകൂടി ചൈന ഇനി തിരിച്ച് എന്ത് പണിയാണ് അമേരിക്കക്ക് കൊടുക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. പുതുതായി പുറത്തു വരുന്ന പല റിപ്പോർട്ടുകളും പറയുന്നത് താഴ്ന്നു കൊടുക്കാനുള്ള ഒരു സാധ്യതയും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നതാണ്. അമേരിക്കയുമായിട്ട് യാതൊരുവിധ ഒത്തുതീർപ്പിന് കോംപ്രമൈസിന് ചൈന ഇല്ല എന്നുകൂടെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ രണ്ട് വൻ ശക്തികളും താരിഫ് ഉയർത്തി മത്സരിക്കുന്നത് ഒടുവിലൊരു ട്രേഡ് വാർ, വ്യാപാര യുദ്ധമായി മാറുമോ എന്ന് പല രാജ്യങ്ങളും ഇന്ന് ഭയപ്പെടുന്നുണ്ട്. ഇനി അഥവാ ചൈന എങ്ങാനും ഇത്തരത്തിൽ ഒരു യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ വെറും 20 മിനിറ്റുകൾക്കകം അമേരിക്കൻ വിമാനവാഹികൾ തകരുമെന്നാണ് അമേരിക്കൻ സൈനിക സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സത് പറയുന്നത്. ചൈനയുടെ കൈവശമുള്ളത് വൻ ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഇത് തങ്ങളുടെ വിമാനങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി അഥവാ എങ്ങാനും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ ചെറുത്തു നിൽക്കാൻ, ഇതിനെ തടുക്കാൻ അമേരിക്കക്ക് സാധിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചൈന എന്നത് ഇന്ന് എല്ലാ കാര്യത്തിലും, ടെക്നോളജിയിലായാലും സൈനിക ശക്തിയിലും സാമ്പത്തികമായാലും ഒക്കെ ഇന്ന് അമേരിക്കയെ പോലെ, അമേരിക്കയേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയുടെ വ്യാപാര മേഖലയിലെ ഏറ്റവും വലിയ വിപണി മാർക്കറ്റുകളിൽ ഒന്നാണ് അമേരിക്ക എന്നത്. ഫർണിച്ചറുകൾ, ടോയ്സുകൾ, വസ്ത്രങ്ങൾ എന്നിങ്ങനെ അടങ്ങുന്ന വൈവിധ്യമേർന്ന ചൈനയുടെ പല വസ്തുക്കളും ഇന്ന് ആശ്രയിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിനെയാണ്. ഇതിനാൽ തന്നെ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഒരു തടസ്സം ഉണ്ടാക്കാൻ, ഒരു വഴി മുടക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നേരെ തിരിച്ച് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് ഇപ്പോൾ വളരെയേറെ കുറവാണ്. അതിന്റെ പ്രധാന കാരണം എന്നത് കയറ്റുമതി ചെയ്തു വരുന്ന അത്തരം ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് ചൈനയിൽ തന്നെ സ്വയം അവർ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടാകട്ടെ ഇത്തരം വസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വളരെയേറെ വില കുറഞ്ഞതുമാണ്. അതിനാൽ തന്നെ അമേരിക്കയിൽ നിന്ന് വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാതെ തന്നെ സ്വയം നിലനിൽക്കാനായിട്ട് ചൈനക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇത് നേരെ തിരിച്ച് നമ്മൾ നോക്കണം. ചൈനയുടെ വസ്തുക്കൾ ഇല്ലാതാകുന്നത്, കിട്ടാതാകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക കൊണ്ടുവന്ന താരിഫ് ഉയർത്തുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കയെ തന്നെയാണ്, അമേരിക്കയിലെ ആളുകളെ തന്നെയാണ്. ഇതുമൂലം സ്വാഭാവികമായും സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും പണപ്പെരുപ്പം സംഭവിക്കുകയും പതിയെ അങ്ങനെ ഡോളറിന്റെ വില ലോക മാർക്കറ്റിൽ ഇടിയാനും തുടങ്ങും. ഇങ്ങനെ ഇത്തരമൊരു രീതിയിൽ മുന്നോട്ടു പോകുകയാണെങ്കിൽ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുമെന്നാണ് വിദഗ്ധർ ഇതുമായി അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ ചെറിയ ലക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഓഹരി വിപണിയിൽ സംഭവിച്ചതാണ്. ഇതിലൂടെ ഇങ്ങനെ 1-2 ദിവസങ്ങൾ കൊണ്ട് നഷ്ടമായത് ബില്യൺ കണക്കിന്, ട്രില്യൺ കണക്കിന് പണമാണ്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മളെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ അമേരിക്ക കൊണ്ടുവന്ന താരിഫിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്